Hi friends, welcome to a new video from English with Asee. നമുക്കറിയാം ഇപ്പം നമ്മൾ പറയണം നീ നന്നായി നിത്യവും പഠിക്കാറുണ്ടോ എന്നെങ്ങനെയാണ് ചോദിക്കുന്നത്. ഡു യു സ്റ്റഡി വെൽ എവറി ഡേ, അതായത് നിത്യവും പഠിക്കുക അല്ലെങ്കിൽ എപ്പോഴും ചെയ്യുന്ന പ്രവർത്തികൾ, പഠിക്കാറുണ്ട്, പോകാറുണ്ട്, വരാറുണ്ട് എന്നൊക്കെയുള്ള പ്രവർത്തികൾ നമ്മൾ പറയുമ്പോൾ അവിടെ ഡു ആണ് അല്ലെങ്കിൽ ഡസ് വെർബാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ നീ എന്ന് പറയുമ്പോൾ യു ആണ്. അപ്പോൾ ഡു യു സ്റ്റഡി വെൽ എവറി ഡേ എന്നാണ് അവിടെ നീ നിത്യവും പഠിക്കാറുണ്ടോ എന്ന് പറയുന്നത്. ഇപ്പോൾ ഇവിടെ ഞാനൊരു പ്രധാനപ്പെട്ട ഒരു ഭാഗം അവതരിപ്പിക്കുകയാണ്. അത് നിങ്ങൾക്ക് എന്നും യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. ഓക്കെ, എന്നാൽ ഈ നീ നന്നായി നിത്യവും പഠിക്കാറുണ്ടോ എന്ന് ചോദിക്കുമ്പം നമ്മളിവിടെ ഡു യു സ്റ്റഡി വെൽ എവറി ഡേ എന്നാണ് പറയുന്നത്. എന്നാൽ അവൾ നന്നായി നിത്യവും പഠിക്കാറുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ എന്തായി? നീ എന്ന് പറയുന്ന ഡു, ആ യുവിനോട് ഡു വെർബ് ചേർക്കുന്ന നമ്മൾ അവളെന്നാവുമ്പോൾ അവിടെ ഡസ് ഉപയോഗിക്കുന്നു. അപ്പോൾ എങ്ങനെ വരും? ഡസ് ഷീ സ്റ്റഡി വെൽ എവറി ഡേ, ഡസ് ഷീ സ്റ്റഡി വെൽ എവറി ഡേ. എന്നാൽ അവൻ ഇന്നലെ നന്നായി പഠിച്ചോ എന്നാണെങ്കിൽ, ഇപ്പം നമ്മൾ ആദ്യം പറഞ്ഞത് പഠിക്കാറുണ്ട് എന്നതാണ്. പഠിക്കാറുണ്ട് എന്ന് പറയുമ്പോൾ നിത്യവും ചെയ്യുന്നതാണ്, അല്ലെങ്കിൽ പഠിക്കുന്നു, പോകുന്നു, വരുന്നു, ഇരിക്കുന്നു എന്നൊക്കെ പറയുന്നത് പോലെ ഇപ്പോൾ ചെയ്യുന്നത്, ഈ പ്രസൻറ്റിൽ ഇപ്പോൾ ചെയ്യുന്ന കാര്യങ്ങൾ, ചെയ്തുകൊണ്ടിരിക്കുകയല്ല ചെയ്യുന്ന കാര്യങ്ങൾ, അങ്ങനെയുള്ള കാര്യങ്ങൾക്കാണ് നമ്മൾ ഡു വെർബും ഡസ് വെർബും ഉപയോഗിക്കുന്നത്. അത് പ്രത്യേകിച്ചും ക്വസ്റ്റ്യൻ ആവുമ്പോൾ എന്താവും? അവിടെ ഡൂവും ഡസും ആദ്യം തന്നെ ഉപയോഗിക്കുന്നു. എന്നാൽ അവൾ ഇന്നലെ നന്നായി പഠിച്ചോ? അപ്പോൾ എന്നും ചെയ്യുന്നതല്ല, ഇന്നലത്തെ കാര്യമാണ് ചോദിക്കുന്നത്, മുമ്പത്തെയാണ്. അപ്പോൾ ഈ ഡു ഡസ് എന്ന് ഉപയോഗിക്കുന്നതിന് പകരം അവിടെ എന്തുപയോഗിക്കും? ഡിഡാണ്. അതായത് ഡിഡ് ഹീ സ്റ്റഡി വെൽ യെസ്റ്റർഡേ, ഓർ ഡിഡ് ഷീ സ്റ്റഡി വെൽ യെസ്റ്റർഡേ, ഓർ ഡിഡ് യു സ്റ്റഡി വെൽ യെസ്റ്റർഡേ. അത് ഏത് സബ്ജക്റ്റായിട്ട് ആര് വന്നാലും അവിടെ എന്തുപയോഗിക്കാം? ഡിഡ് യൂസ് ചെയ്യാം. എന്നാൽ അവൾ നാളെ നന്നായി പഠിക്കുമോ എന്നാണെങ്കിലോ? നാളെ നന്നായി പഠിക്കുമോ എന്നാണെങ്കിൽ വിൽ ദേ സ്റ്റഡി വെൽ ടുമോറോ, വിൽ ദേ സ്റ്റഡി വെൽ ടുമോറോ. അതായത് ഇവിടെ നോക്കൂ, നിങ്ങൾ നന്നായി എന്നൊരു വാക്ക് കണ്ടു അല്ലേ? അതാണ് അഡ്വർബാണ്. അതായത് അവൾ എങ്ങനെ പഠിച്ചു? നന്നായി പഠിച്ചു. അപ്പോൾ നന്നായി പഠിക്കുന്നത് പഠനത്തെ വിശേഷിപ്പിക്കുകയാണ്. അപ്പോൾ അത് വെൽ എന്ന് പറയുന്നത് അഡ്വർബാണ്. ഈ ഒരു വാചകത്തിൽ ഓബ്ജക്റ്റ് ഇല്ലെങ്കിൽ, അതായത് ഓബ്ജക്റ്റ് ഇല്ലാത്തപ്പോൾ നമ്മൾ വെർബ് കഴിഞ്ഞാൽ ഉടനെ അഡ്വർബ് ഉപയോഗിക്കുന്നു, അതായത് പ്രവൃത്തി കഴിഞ്ഞാൽ ഉടനെ. എന്നാൽ അവിടെ ഓബ്ജക്റ്റ് ഉണ്ടെങ്കിൽ അവിടെ ഓബ്ജക്റ്റിന് ശേഷം അഡ്വർബ് ഉപയോഗിക്കും. ഒരു കാര്യം അതിനിടയ്ക്ക് ഞാൻ ഓർമ്മിപ്പിക്കുകയാണ്, നമ്മുടെ ഈ വീഡിയോകൾ ലൈക്ക് ചെയ്തതിന് ശേഷം മാത്രം കാണുക. ഒപ്പം തന്നെ നമ്മുടെ സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസ്സിൻ്റെ പുതിയ ബാച്ചിൻ്റെ അഡ്മിഷൻ ആരംഭിച്ചിട്ടുണ്ട്. ആദ്യത്തെ 25 പേർക്കായിരിക്കും അഡ്മിഷൻ. അപ്പോൾ നിങ്ങൾക്ക് ക്ലാസ്സിൽ പങ്കെടുക്കണമെന്നുണ്ടെങ്കിൽ ഈ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക. ഓക്കെ, ഇനി ക്ലാസ്സിലേക്ക് പോകാം. അതായത് ഇപ്പോൾ നോക്കൂ, ഐ സ്റ്റഡി വെൽ എവറി ഡേ. അപ്പോൾ അവിടെ ഒബ്ജക്റ്റ് ഇല്ലല്ലോ. ഒബ്ജക്റ്റ് എന്ന് പറയുമ്പം ആരോട് അല്ലെങ്കിൽ എന്തിനോട് എന്നില്ല. ഐ സ്റ്റഡി വെൽ എവറി ഡേ, അതിന് ശേഷം ഒന്നും പറയുന്നില്ല അല്ലേ? എന്നാൽ ഐ സ്റ്റഡി ഇംഗ്ലീഷ് വെൽ എവറി ഡേ. ഐ സ്റ്റഡി ഇംഗ്ലീഷ് വെൽ എവറി ഡേ, അവിടെ ഇംഗ്ലീഷാണ് ഒബ്ജക്റ്റ്. അപ്പോൾ അവിടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്, ഒബ്ജക്റ്റ് ഇല്ലാത്തപ്പോൾ ഐ സ്റ്റഡി വെൽ എവറി ഡേ, ഒബ്ജക്റ്റ് ഉള്ളപ്പോൾ ഐ സ്റ്റഡി ഇംഗ്ലീഷ് എവറി ഡേ. അപ്പോൾ ആ ഇംഗ്ലീഷ് വെൽ എവറി ഡേ, അപ്പോൾ ആ വെൽ എവിടെയാണ് വന്നത്? ഇംഗ്ലീഷ് എന്നതിന് ശേഷമാണ് അവിടെ വന്നത്. അപ്പോൾ ക്വസ്റ്റ്യൻ ഉണ്ടാക്കുമ്പോൾ ഡു, ഡസ്, വിൽ എന്നിവയെല്ലാം എന്ത് വരണം? ആദ്യം ഉപയോഗിക്കണം. എന്നാലും നമ്മളിവിടെ ഞാൻ നന്നായി നിത്യവും പഠിക്കുന്നു. അപ്പോൾ ഈ പറഞ്ഞതിൻ്റെ എല്ലാം ഉത്തരമാണ് യെസ്, ഞാൻ നന്നായി നിത്യവും പഠിക്കുന്നു. ഞാൻ നന്നായി നിത്യവും പഠിക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ ഐ സ്റ്റഡി വെൽ എവറി ഡേ. അവളാണെങ്കിൽ എങ്ങനെ വരും? യെസ് ഷീ സ്റ്റഡീസ് വെൽ എവറി ഡേ. അതെ, അവൾ നന്നായി നിത്യവും പഠിക്കുന്നു. അപ്പോൾ മുമ്പേ നമ്മൾ പറഞ്ഞു നന്നായി പഠിച്ചോ എന്ന് ചോദിച്ചതോ? ഡിഡ് ഹി സ്റ്റഡി വെൽ യെസ്റ്റർഡേ. അതെന്തായി? അവൻ ഇന്നലെ നന്നായി പഠിച്ചു. യെസ് ഹി സ്റ്റഡീഡ് വെൽ യെസ്റ്റർഡേ. എന്നാൽ അവർ നാളെ നന്നായി പഠിക്കും. യെസ് ദേ വിൽ സ്റ്റഡി വെൽ ടുമോറോ. യെസ് ദേ വിൽ സ്റ്റഡി വെൽ ടുമോറോ. എന്നാൽ ഇല്ല, ഞാൻ നന്നായി നിത്യവും പഠിക്കാറില്ല എന്നാണെങ്കിൽ നോ ഐ ഡു നോട്ട് സ്റ്റഡി വെൽ എവറി ഡേ. അപ്പോൾ നോക്കൂ, അവൻ നന്നായി പഠിക്കാറുണ്ട്. എങ്ങനെ വന്നു? ഹീ സ്റ്റഡീസ് വെൽ എവറി ഡേ. അവൻ നന്നായി പഠിക്കുന്നുണ്ട് എന്ന് വന്നപ്പോൾ, അവൻ നന്നായി നിത്യവും പഠിക്കുന്നു എന്ന് വന്നപ്പോൾ എന്തായി? ഹീ സ്റ്റഡീസ് വെൽ
എവറി ഡേ. അവൻ നന്നായി ഇന്നലെ പഠിച്ചു. ഹി സ്റ്റഡീഡ് വെൽ യെസ്റ്റർഡേ. അവൻ നന്നായി നാളെ പഠിക്കും. ഹി വിൽ സ്റ്റഡി ടുമോറോ. ഓക്കെ, അപ്പോൾ ഇല്ല അവൻ ഇന്നലെ നന്നായി പഠിച്ചില്ല എന്നാണെങ്കിൽ നോ ഹി ഡിഡ് നോട്ട് സ്റ്റഡി വെൽ യെസ്റ്റർഡേ. അപ്പോൾ അവർ നാളെ നന്നായി പഠിക്കില്ല എന്നാണെങ്കിൽ നോ ദേ വിൽ നോട്ട് സ്റ്റഡി വെൽ ടുമോറോ. ഓക്കെ, എന്നാൽ അടുത്തത് നോക്കൂ. അവൾ ഇന്നലെ വൃത്തിയായി വസ്ത്രം ധരിച്ചിരുന്നു. ഡിഡ് ഷീ ഡ്രസ് നീറ്റ്ലി യെസ്റ്റർഡേ. അവൾ ഇന്നലെ വൃത്തിയായി വസ്ത്രം ധരിച്ചിരുന്നു. ഡിഡ് ഷീ ഡ്രസ് നീറ്റ്ലി യെസ്റ്റർഡേ. അപ്പോൾ അതെ, അവൾ നന്നായി വസ്ത്രം ധരിച്ചിരുന്നു, വൃത്തിയായി വസ്ത്രം ധരിച്ചിരുന്നു. യെസ് ഷീ ഡ്രസ്ഡ് നീറ്റ്ലി യെസ്റ്റർഡേ. എന്നാൽ അവൾ വൃത്തിയായി വസ്ത്രം ധരിച്ചിരുന്നില്ല. നോ ഷീ ഡിഡ് നോട്ട് ഡ്രസ് നീറ്റ്ലി യെസ്റ്റർഡേ. ഷീ ഡിഡ് നോട്ട് ഡ്രസ് നീറ്റ്ലി യെസ്റ്റർഡേ. ഇനി അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കൂ. വിദ്യാർത്ഥികൾ അമിതമായി സമയം പാഴാക്കാറുണ്ടോ? ഡു സ്റ്റുഡൻസ് വേസ്റ്റ് ടൈം ടു മച്ച്? അപ്പോൾ വിദ്യാർത്ഥികൾ അമിതമായി സമയം പാഴാക്കാറുണ്ട് എന്നാണെങ്കിലോ യെസ് സ്റ്റുഡൻസ് വേസ്റ്റ് ടൈം ടു മച്ച്. എന്നാൽ സ്റ്റുഡൻസ് കൂടുതലായി സമയം ചെലവഴിക്കാറില്ല അല്ലെങ്കിൽ അമിതമായി സമയം പാഴാക്കാറില്ല. നോ സ്റ്റുഡൻസ് ഡു നോട്ട് വേസ്റ്റ് ടൈം ടു മച്ച്. ഓക്കെ, എന്നാൽ അടുത്ത അവൻ വളരെ ഉച്ചത്തിൽ സംസാരിക്കുമോ? വിൽ ഹി സ്പീക്ക് വെരി ലൗഡ്ലി? അപ്പോൾ അവൻ ഉച്ചത്തിൽ സംസാരിക്കും. യെസ് ഹി വിൽ സ്പീക്ക് വെരി ലൗഡ്ലി. ഇല്ല അവൻ ഉറക്കെ സംസാരിക്കില്ല. നോ ഹി വിൽ നോട്ട് സ്പീക്ക് വെരി ലൗഡ്ലി. അപ്പോൾ ഞാൻ ആദ്യം പറഞ്ഞ നിങ്ങൾ ഓർക്കുക, നമ്മുടെ സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസ് അടുത്ത ബാച്ചിൻ്റെ അഡ്മിഷൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ആദ്യം അഡ്മിഷൻ എടുക്കുന്ന 25 മെമ്പേഴ്സിന് മാത്രമേ ക്ലാസ്സുകളിൽ പങ്കെടുക്കാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ എത്രയും പെട്ടെന്ന് നിങ്ങളുടെ അഡ്മിഷൻ ഉറപ്പാക്കുവാൻ വേണ്ടി മുകളിൽ കാണുന്ന നമ്പറിൽ വാട്സപ്പ് നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക. ഓക്കെ, നിങ്ങൾ വാട്സപ്പ് മെസ്സേജസ് അയക്കുക. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ക്ലാസ്സുകൾ ഇഷ്ടപ്പെട്ടു എന്നറിയുന്നത് വളരെ സന്തോഷമുണ്ട്. അപ്പോൾ നിങ്ങളിനി ചെയ്യേണ്ടത് ഇനി തരുന്ന എക്സർസൈസുകൾ കമൻറ്റുകളായി ടൈപ്പ് ചെയ്യുക. നോക്കൂ, എക്സസൈസിൽ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, നിനക്ക് ആ പാട്ട് വളരെ ഇഷ്ടപ്പെട്ടോ? നിനക്ക് ആ പാട്ട് വളരെ ഇഷ്ടപ്പെട്ടോ? വളരെ ഇഷ്ടപ്പെട്ടോ. അവൻ കോപത്തോടു കൂടി സംസാരിച്ചു. അവൻ കോപത്തോടു കൂടി സംസാരിച്ചു. അവർ പതിവായി ജോലി ചെയ്യാറുണ്ട്. അപ്പോൾ ഇവിടെ എല്ലാം നിങ്ങൾ ആ റെഗുലർലി, ആംഗ്രിലി എന്നൊക്കെയുള്ള വാക്കുകൾ പ്രത്യേകം ശ്രദ്ധിച്ചതിന് ശേഷം അവിടെ എവിടെയാണോ ചേർക്കേണ്ടത് അവിടെ ചേർക്കുക. ഓക്കെ, അവർ നിന്നെ ക്രൂരമായി അടിക്കാറുണ്ടോ? അവർ നിന്നെ ക്രൂരമായി അടിക്കാറുണ്ടോ? അപ്പോൾ ക്രൂരമായി എന്ന് പറയുമ്പോൾ റഫ്ലിയാണ്, റഫ്ലി. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ, ഇല്ല അവൻ സൂക്ഷ്മതയോടെ എഴുതാറില്ല. ഇല്ല അവൻ സൂക്ഷ്മതയോടെ എഴുതാറില്ല. അതെ അവൻ ഇന്നലെ നന്നായി പഠിച്ചു. അവൻ ഇന്നലെ നന്നായി പഠിച്ചു. അപ്പോൾ ഇത്രയും ചോദ്യങ്ങൾ പ്രത്യേകം മനസ്സിലാക്കിയിട്ട് ഇതിൻ്റെ ഓരോ അഡ്വർബും, അത് ആംഗ്രിലി ആവട്ടെ, അത് റെഗുലർലി ആവട്ടെ, അത് വെല്ലാവട്ടെ, ഏതായാലും എവിടെയാണോ ഉപയോഗിക്കേണ്ടത് ആ സ്ഥലങ്ങൾ മനസ്സിലാക്കിയതിന് ശേഷം അത് കറക്റ്റായി ഉപയോഗിക്കാൻ ശ്രമിക്കുക. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ്. സൈനിങ് ഓഫ്.